ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പ്രാർത്ഥനകൾ എന്തുകൊണ്ട് സ്വീകരിക്കപ്പെടുന്നില്ല. നമ്മൾ ഓരോരുത്തരും നമ്മുടെ വിശ്വാസപ്രകാരം നമ്മൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയിൽ, ഓരോ മതവിശ്വാസികളും അവരുടെ വിശ്വാസത്തിനനുസരിച്ചുള്ള ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നമ്മൾ എപ്പോഴും പ്രാർത്ഥനകൾ നടത്താറുണ്ട്. നല്ല ടോപ്പിക്ക് ഷഹാന. അല്ലേ? നമ്മള് പലപ്പോഴും പ്രാർത്ഥനകൾ നടത്താറുണ്ട്. പക്ഷെ എത്രയോ ആളുകൾ പറയുന്നത്, ധാരാളം വ്യക്തികൾ പറയുന്നത് കേൾക്കാറുണ്ട്, ദൈവത്തോട് എത്ര പ്രാർത്ഥിച്ചിട്ട് എന്താ, ഒരു റിസൾട്ടും ഇല്ല, ഉത്തരം ലഭിക്കാറില്ല എന്ന്. പക്ഷെ എന്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഉത്തരം ലഭിക്കുന്നില്ല എന്ന് നമ്മൾ ചിന്തിക്കാറില്ല. ഉണ്ടോ? നിങ്ങൾക്കൊക്കെ ഇങ്ങനത്തെ അനുഭവങ്ങൾ കുറെ ദൈവത്തോട് പറഞ്ഞിട്ടും പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാത്ത ഒരു അനുഭവം നിങ്ങളെയൊക്കെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ? എന്റെയൊക്കെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിൽ ഒരുപാട് അസുഖങ്ങളിലൂടെയൊക്കെ പോകുമ്പോൾ ഈ അസുഖം നന്നാക്കി തരണേ, ഈ അസുഖം, ഈ രോഗത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണേ, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്, ഒരുപാട് കാണിച്ചു, മരുന്ന് കുടിച്ചു, ഈ രോഗം മാറുന്നില്ലല്ലോ എന്നിങ്ങനെ എത്രയോ പ്രാർത്ഥനകൾ നടത്തി ഒരുപാട് ആവശ്യപ്പെട്ടിട്ടും അതിൽ നിന്നൊന്നും ഒരു മാറ്റം ഉണ്ടായില്ല. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടാത്തത്? ശരിക്ക് നമ്മളെ പ്രാർത്ഥന സ്വീകരിക്കാത്തതിന്റെ കാരണം നമ്മുടെ ഉള്ളിലുള്ള, നമുക്ക് പ്രകൃതിയിലേക്ക് വരുന്നതിന് മുന്നേ ലഭിച്ചിട്ടുള്ള ദൈവം നമുക്ക് നൽകിയിട്ടുള്ള ആത്മശക്തിയുടെ കഴിവിനെ, ആത്മശക്തിയെ പറ്റി നമ്മൾ പഠിക്കാത്തത് കൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാത്തത്. എന്റെയൊക്കെ ലൈഫിൽ അത് മനസ്സിലായപ്പോ, ആ എനർജിയുടെ സ്വഭാവവും ആ എനർജി എങ്ങനെയൊക്കെ ആണ് അതിന്റെ അവസ്ഥകൾ എന്നുള്ളതൊക്കെ മനസ്സിലായപ്പോ ഇപ്പം പ്രാർത്ഥനകൾക്കൊക്കെ ഉത്തരം ലഭിക്കുന്നുണ്ട്, ആഗ്രഹങ്ങളൊക്കെ സാധിക്കുന്നുണ്ട്, പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എനർജി ബേസിലുള്ള ഒരു പഠനം, ആത്മീയ തലവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പഠനം ലഭിക്കാത്തത് കൊണ്ട് നമ്മളുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുന്നില്ല, ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നില്ല. എന്നും നമ്മൾ നേരിടുന്ന പ്രയാസങ്ങൾ എന്താണോ അതിലൂടെ തന്നെ ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. എന്നിട്ട് കുറെ കാരണം അങ്ങനെയൊക്കെ പ്രശ്നങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ. ഇപ്പോൾ സാമ്പത്തികമായി ബാധ്യതയുള്ള, കടമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹം എപ്പോഴും അമ്പലത്തിലും പള്ളിയിലും ചർച്ചിലൊക്കെ പോയി ദൈവത്തോട് പ്രാർത്ഥിക്കും, എന്നെ ഈ കടത്തിൽ നിന്ന് മോചിപ്പിക്കണേ, എന്റെ കടം വീട്ടാനുള്ള ഒരു സൗഭാഗ്യം എനിക്ക് എങ്ങനെങ്കിലും തരണമേ. പക്ഷെ ലൈഫുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഒന്നുകിൽ കുട്ടികൾക്ക് അസുഖം വന്നുകൊണ്ടോ, അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞതിന് ശേഷമുള്ള കടത്തിലേക്ക്, കല്യാണം കഴിഞ്ഞ വീട്ടുകാരുടെ എന്തെങ്കിലും സ്വർണം കൊടുത്തത് പോരാ, അല്ലെങ്കിൽ ഇത് പോരാ, സൽക്കാരം നടത്തിയത് പോരാ, അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ പരാതികളും പരിഭവങ്ങളുമായി വീണ്ടും വീണ്ടും, അല്ലെങ്കിൽ അസുഖങ്ങള്, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളായിക്കൊണ്ട് വീണ്ടും സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി നേരിടുക എന്നല്ലാതെ അതിൽ നിന്ന് മോചനം ലഭിക്കുന്നത് വളരെ കുറവായിട്ടാണ് കാണുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് രോഗമായാലും സാമ്പത്തിക പ്രയാസമായാലും മറ്റു ബന്ധങ്ങളിലുള്ള പ്രശ്നങ്ങളായാലും ഇതൊന്നും പരിഹരിക്കപ്പെടാതെ വീണ്ടും വീണ്ടും പ്രശ്നങ്ങളിലൂടെ പോകുന്നത് എന്തുകൊണ്ട് എന്ന് നമ്മൾ ആരും ചിന്തിക്കാറില്ല. എന്റെ പ്രാർത്ഥന എന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല, ദൈവത്തിന് എന്നോട് എന്റെ സ്വഭാവം ഇഷ്ടപ്പെടുന്നില്ലേ, അല്ലെ ദൈവത്തിന് എന്നോട് എന്തോ ദേഷ്യമുണ്ടോ എന്നിങ്ങനെ അങ്ങനത്തെ ഒക്കെ സന്ദർഭങ്ങളിലും നമുക്ക് നെഗറ്റീവ് ചിന്തകളാണ് നമ്മൾ വേട്ടയാടുന്നത്. നമുക്ക് ഈ എനർജി ബേസിലുള്ള ഒരു യഥാർത്ഥ തിരിച്ചറിവ് ലഭിക്കാത്തത് കൊണ്ടാണ് ആഗ്രഹങ്ങൾ നടത്തപ്പെടാത്തതും പ്രാർത്ഥന സ്വീകരിക്കപ്പെടാത്തതും എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. കാരണം നമ്മുടെ വിദ്യാഭ്യാസ സിസ്റ്റം എന്ന് പറഞ്ഞാല്, ഞാൻ പലപ്പോഴും പറയുന്നുണ്ട്, സാന്ദർഭികമായിട്ട് പറയാണ്, നമുക്ക് എങ്ങനെ ജോലി നേടാം എന്നുള്ളതാണ് നമ്മുടെ വിദ്യാഭ്യാസ സിസ്റ്റം. ഈ എത്ര PG എടുത്താലും, എത്ര നമ്മൾ ഉയർന്ന തലത്തിൽ പഠനം നടത്തിയാലും
ഗവേഷണങ്ങൾ നടത്തിയാലും ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഹാപ്പിയിലൂടെ നമുക്ക് എങ്ങനെ ജീവിക്കാം എന്നുള്ള ഒരു എക്സാം ആരും എഴുതിയിട്ടുണ്ടാവില്ല. അവിടെയാണ് നമുക്കൊക്കെ പിഴവുകൾ സംഭവിച്ചത്. അപ്പോ നമ്മൾ ഈ പറയുന്നത് തന്നെ ആവർത്തിച്ചുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടാതെ നമ്മുടെ ലൈഫിൽ സന്തോഷം കണ്ടെത്താൻ കഴിയാതെ ഇങ്ങനെ മുന്നോട്ട് പോകാനുള്ള കാരണം ഇത്തരം അറിവുകൾ നമുക്ക് ലഭിക്കാത്തത് കൊണ്ട്. അപ്പോൾ ഈ എനർജി ബേസിലുള്ള ഒരു പഠനം ലഭിക്കുമ്പോൾ നമുക്ക് ബോധ മനസ്സ്, ഉപബോധ മനസ്സ്, അബോധ മനസ്സ്, ഇങ്ങനെയാണ് ഈ മനസ്സിന്റെ പ്രവർത്തന രീതികൾ. ബോധ മനസ്സെന്ന് പറയുമ്പോൾ ചില ആളുകൾക്കൊക്കെ അറിയും, ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്കൊക്കെ നന്നായി അറിയും. എങ്കിലും അറിയാത്ത, പരിചയമില്ലാത്ത കുറെ ആളുകൾ കയറിയത് കൊണ്ടാണ് ഒന്നും കൂടെ അത് മനസ്സിലാക്കി തരുന്നത്. ഈ ബോധ മനസ്സ് എന്ന് പറയുമ്പോൾ ഇപ്പൊ പ്രസന്റിലുള്ള ബോധത്തിലുള്ള മനസ്സാണ് ബോധ മനസ്സ്. ഉപബോധ മനസ്സ് എന്ന് പറയുമ്പോൾ ഈ ബോധത്തിലുള്ള ഈ മനസ്സ്, അതായത് പഞ്ചേന്ദ്രിയങ്ങളുമായി കണക്ട് ചെയ്തുകൊണ്ട് ബ്രെയിനുമായിട്ടുള്ള കണക്ഷനുള്ള ഈ ഏരിയയാണ് ബോധ മനസ്സ് എന്ന് പറയുന്നത്. അത് 10% ഉപബോധ മനസ്സ് എന്ന് പറയുമ്പോൾ അത് 90%, 90% ഉപബോധ മനസ്സുണ്ട്. ഈ ബോധ മനസ്സ് എന്തൊക്കെ പിടിച്ചെടുക്കുന്നുവോ, എന്തെല്ലാം കാണുന്നുവോ, കേൾക്കുന്നുവോ, അറിയുന്നുവോ, ഇതിനനുസരിച്ചാണ് ഇത്. കാരണം നമുക്കൊരു 42 യൂണിറ്റ്, അതായത് ഇപ്പോ ഓരോ വേർഡുകൾ പറയുകയാണെങ്കിൽ അപ്പൊ കുറഞ്ഞ വേർഡ്സേ നമുക്ക് ബോധ മനസ്സിൽ നിലനിൽക്കുള്ളൂ, മെമ്മറിയിൽ ഇത് നിൽക്കുള്ളൂ. ബാക്കിയൊക്കെ ഉപബോധ മനസ്സിലേക്കാണ് പോകുന്നത്. അപ്പൊ അതിന്റെ കപ്പാസിറ്റി വളരെ കുറവാണ്. ബോധ മനസ്സിന് പിടിച്ചെടുക്കാനുള്ള കഴിവ് കുറവാണ്. പക്ഷെ എല്ലാം ഉപബോധ മനസ്സിലേക്ക് ഇതൊക്കെ സ്റ്റോർ ചെയ്യാനുള്ള കഴിവ് ഉപബോധ മനസ്സിനുണ്ട്. അപ്പൊ നമ്മൾ ബോധ മനസ്സ് എന്ത് ആവർത്തിക്കുന്നുവോ അതാണ് ഉപബോധ മനസ്സ് പിടിക്കുക. എന്റെ 15 ദിവസത്തെ ക്ലാസ്സിലൂടെ 2 ദിവസമാണ് ഞാൻ ഈ മനസ്സിനെ പറ്റിയുള്ള ക്ലാസ് കൊടുക്കൽ. കാരണം അത്രയും വിശാലമാണ് ഈ ടോപ്പിക്ക്. ഈ ഒരു സംഗതി മനസ്സിലാവുമ്പോഴാണ് നമുക്ക് ആരോഗ്യം തിരിച്ചു പിടിക്കാൻ കഴിയുന്നത്, അതേപോലെ സമ്പത്ത് തിരിച്ചു പിടിക്കാൻ കഴിയുന്നത്, ബന്ധങ്ങളുമൊക്കെ നമുക്ക് തിരിച്ചു കിട്ടുന്നത് ഈ മനസ്സ് ബേസ് ചെയ്തുകൊണ്ടുള്ള അറിവുകൾ ലഭിക്കുമ്പോഴാണ്. അപ്പോ ഈ ബോധ മനസ്സ് ആവർത്തിക്കുന്നത് ഉപബോധ മനസ്സ് സ്വീകരിക്കും. നമ്മൾ കടം, എനിക്ക് സാമ്പത്തികമായിട്ട് ബാധ്യത ഉണ്ട്, എന്റെ കടം വീടുന്നില്ല, എനിക്ക് പ്രയാസമാണ് എന്നിങ്ങനെ നമ്മൾ ആവർത്തിക്കുമ്പോൾ ഈ ഉപബോധ മനസ്സ് അത് സ്വീകരിക്കണം. അപ്പൊ ഈ ഉപബോധ മനസ്സ് നമുക്ക് സൃഷ്ടാവ് നൽകിയിട്ടുള്ളത് എന്തിനാന്ന് വെച്ചാല് നമ്മുടെ ലൈഫ് കരഞ്ഞും സങ്കടപ്പെട്ടും ദുഃഖിച്ചും പ്രശ്നങ്ങളിലൂടെ പോകുവാൻ മാത്രമല്ല. പക്ഷെ നമ്മളെ സൃഷ്ടാവ് സൃഷ്ടിച്ചത്, ദൈവം ഈ പ്രകൃതിയിലേക്ക്, പ്രപഞ്ചത്തിലേക്ക് വിട്ടത്, ഇതൊക്കെ നമ്മൾ സ്വീകരിച്ചതുപോലെ തന്നെ ഇതിൽ നിന്നെല്ലാം മോചനം നേടി ഇതിന്റെ വിപരീതമായി കൊണ്ടുള്ള ഒരു അവസ്ഥ, അതായത് ഹാപ്പിനെസ്, സമ്പത്ത്, സമാധാനം, ഐശ്വര്യം, ഇതൊക്കെ നേടുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഈ സബ് കോൺഷ്യസ് മൈൻഡ് സൃഷ്ടാവ് നമുക്ക് നൽകിയിട്ടുള്ളത്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച, ഈ പ്രപഞ്ചം എത്ര വിശാലമായ, പ്രപഞ്ചത്തിന്റെ പ്രതിഭാസങ്ങളിലേക്ക് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു സൂര്യനാണ് ഭൂമി മൊത്തം വെളിച്ചം കൊടുക്കുന്നത്. കടൽക്കരയിൽ പോയി നിന്നാൽ നമുക്ക് മനസ്സിലാക്കും കടലിന്റെ ആഴവും കടലിന്റെ വീതിയും ഇതൊക്കെ എത്ര വിശാലമാണ് എന്നുള്ളത്. ഇതുപോലെ ഇതിനെയൊക്കെ സൃഷ്ടിച്ച ആ ശക്തി തന്നെയാണ് മനുഷ്യൻ എന്ന ജീവിയെയും സൃഷ്ടിച്ചത്. ശരിക്ക് ഈ ഒരു ചിന്ത പോലും നമ്മൾ ആരും കൊടുക്കാതെ ഒരുപാട് അനുഗ്രഹീത ജന്മം, അനുഗ്രഹീത ജീവിതം ജീവിക്കുന്നതിന് പകരം ഈ പ്രശ്നങ്ങൾ മാത്രം മനസ്സിലിട്ട് കൊണ്ടു നടന്ന് ഓരോ വ്യക്തിയും ജീവിക്കുന്ന സാഹചര്യം ബേസ് ചെയ്തുകൊണ്ട് നേരിടുന്ന പല പ്രശ്നങ്ങളും ഉണ്ടാവും. എന്റെ അഭിപ്രായത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രശ്നം നേരിടുന്നത് പെരുമാറ്റ പ്രശ്നങ്ങളാണ്. പല സ്വഭാവത്തിലുള്ള ആളുകൾ, നമ്മുടെ മക്കളാണെങ്കിൽ പോലും നമ്മളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവം. ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകളിലൂടെ പോകുമ്പോൾ ചിലപ്പോൾ മരുമക്കളിലൂടെ, അല്ലെങ്കിൽ ഭാര്യയിലൂടെ, ഭർത്താവിലൂടെ, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രൂപത്തിലുള്ള പെരുമാറ്റങ്ങളും സ്വഭാവങ്ങളും ഒക്കെ കാണുമ്പോൾ
ഈ വിഷമങ്ങളൊക്കെ ഉള്ളിലിട്ട് നടന്ന് കാരണം കൗൺസിലിങ്ങിന്റെ ഒക്കെ ഭാഗമായിട്ട് ഒരുപാട് ആളുകൾ പറയാറുണ്ട്, കല്യാണം കഴിഞ്ഞ ആ സമയത്തൊക്കെ ഹസ്ബൻഡ് ഭയങ്കരമായിട്ട് ദേഷ്യം പിടിക്കുമ്പോ സ്വന്തം വീട്ടിൽ നിന്ന് ഇങ്ങനെയുള്ള ഒരു അവസ്ഥ കാണാതെ കേൾക്കാതെ കല്യാണം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിലേക്ക് എത്തിയപ്പോ ഏതൊരു വ്യക്തിയും വിവാഹം എന്ന് പറയുമ്പോൾ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാവും. ആ സ്വപ്നത്തിന് തികച്ചും വിപരീതമായിക്കൊണ്ട് എന്തെങ്കിലും ഒന്ന് ചോദിക്കുമ്പോൾക്ക് ഷൗട്ട് ചെയ്തുകൊണ്ടുള്ള സംസാരം, തുടക്കത്തിലൊക്കെ കുറെയൊക്കെ ക്ഷമിക്കും, പിന്നീട് ശരിയാവും. അങ്ങനെ മക്കള് 3ആയി 4ആയി 5ആയി എത്ര ആയിട്ടും ഇദ്ദേഹത്തിന്റെ ഒരു സ്വഭാവത്തിൽ മാറ്റമില്ലാതെ ഇതെല്ലാം സഹിച്ച് ഈ പ്രശ്നങ്ങളിൽ മാത്രം ചിന്തകൾ കൊടുത്ത് ആരോഗ്യം തകർന്ന് ഇങ്ങനെ വ്യത്യസ്ത രൂപത്തില്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ്. ഈ ബോധ മനസ്സ് പ്രശ്നങ്ങൾ മാത്രം തോട്ട് ചെയ്യുമ്പോൾ, ചിന്തിക്കുമ്പോൾ ഇത് മാത്രമാണ് സബ് കോൺഷ്യസ് മൈൻഡ് പിടിക്കുന്നത്. ശരിക്ക് ആ എന്ത് പ്രശ്നങ്ങളിലൂടെ നമ്മൾ പോകുന്നുണ്ടെങ്കിലും ആ പ്രശ്നത്തെ നെവർ മൈൻഡ് ആക്കിക്കൊണ്ട് നമുക്കൊരു ഗോൾ സെറ്റ് ലൈഫിൽ ഉണ്ടെങ്കിൽ, എന്റെ ഹസ്ബൻഡ് അല്ലെ എന്റെ ഭാര്യ, അദ്ദേഹം അവര് എങ്ങനെയോ പെരുമാറിക്കോട്ടെ, ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യൂല. ഞാൻ എൻ്റെ ജീവിതം ഭദ്രമാക്കുവാൻ, എൻ്റെ ഹാപ്പിനെസ് ഞാൻ സൂക്ഷിച്ചുകൊണ്ട് എൻ്റെ ലൈഫിനെയാണ് ഞാൻ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഞാൻ അവർക്കും വേണ്ടിയിട്ടൊന്നും എൻ്റെ ആരോഗ്യം ഞാൻ വിട്ടുകൊടുക്കൂല എന്നിങ്ങനെ ഇത്തരം ഒരു തീരുമാനം എടുക്കാൻ നമുക്ക് കഴിയാതെ ഈ പ്രശ്നങ്ങൾ മാത്രം തോട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ഉപബോധ മനസ്സ് നിറയെ പ്രശ്നങ്ങളിലൂടെ. അപ്പോ സബ് കോൺഷ്യസ് മൈൻഡിന് ഒരു പ്രത്യേകത ഉണ്ട്. നമുക്ക് എന്താണോ ആഗ്രഹം അത് ഫുൾഫിൽ ചെയ്യാനാണ്, അത് നിറവേറ്റാനാണ് ദൈവം സൃഷ്ടാവ് നമുക്ക് ഈ സംഭവം തന്നത്, അനുഗ്രഹിച്ചിട്ടുള്ളത്. പക്ഷെ നമ്മൾ ഈ അറിവ് ഇല്ലാതെ, തിരിച്ചറിവില്ലാതെ പ്രശ്നങ്ങൾ മാത്രം ചിന്തിച്ചുകൊണ്ട് നമുക്കപ്പോ വീണ്ടും വീണ്ടും പ്രശ്നങ്ങളാണ് വേണ്ടത് എന്ന് മനസ്സിലാക്കി നമുക്ക് ഒരുപാട് ഇഷ്യൂസ് ഒന്നല്ലെങ്കിൽ വേറൊന്ന് ഇങ്ങനെ പ്രശ്നങ്ങൾ അടങ്ങിയ ഒരു ജീവിതം നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഒരു അവസ്ഥയിൽ അപ്പോഴും നമ്മൾ ചിന്തിക്കും, എന്ത് തെറ്റാ നമ്മൾ ചെയ്തത്. അപ്പൊ ഈ ബോധമനസ്സ് ആവർത്തിക്കുന്നത് എന്താണോ അതാണ് സബ് കോൺഷ്യസ് മൈൻഡ് പിടിക്കുന്നത്. അപ്പം ഒന്നും കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു തരാം. ഇപ്പം ഞാൻ കടമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ എന്റെ വിശ്വാസപ്രകാരം ചിലപ്പോൾ ഞാൻ പള്ളിയിൽ പോവും, അല്ലെ അമ്പലത്തിൽ പോവും, അല്ലെ ചർച്ചിൽ പോവും. ഇവിടെയൊക്കെ പോയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നത്, ദൈവമേ എന്റെ കടം വീട്ടണമേ. അപ്പൊ സബ് കോൺഷ്യസ് മൈൻഡ് എന്ത് ചെയ്യും? ബോധമനസ്സ് ഒരുപാട് ആവർത്തിക്കുന്നത്, ചിന്തകളിലൂടെയും വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും ആവർത്തിക്കുന്നത് എന്താണോ അതാണ് സബ് കോൺഷ്യസ് മൈൻഡ് സ്വീകരിക്കുന്നത്. അപ്പൊ അതാണ് നമുക്ക് വേണ്ടതെന്നും മനസ്സിലാക്കി ധാരാളം കടം ഉണ്ടാവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കും. എന്റെയൊക്കെ ചുറ്റിലും ഒരുപാട് വ്യക്തികളെ എനിക്ക് ഈ രൂപത്തിൽ അറിയാം. പക്ഷെ ഇവരോടൊക്കെ കടത്തിനെ തൊട്ടുള്ള ചിന്ത കൊടുക്കല്ലേ, വീണ്ടും വീണ്ടും കടം വരും, പ്രശ്നങ്ങളുള്ള ഒരു അവസ്ഥ വരും എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താലേ ഇവർക്ക് മനസ്സിലാവില്ല. എത്രയോ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ വ്യക്തിയൊക്കെ ഇപ്പൊ ഇന്ന് വളരെ പ്രശ്നങ്ങളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ആക്സിഡന്റ് ഒക്കെ സംഭവിച്ച് എന്നും ഒരു വർഷം ഹോസ്പിറ്റലിലേക്ക് ദിവസവും പോകേണ്ട അവസ്ഥ. അപ്പൊ നമ്മള് മനസ്സിലാക്കുന്നില്ല നമുക്ക് എന്തുകൊണ്ടാണ് ദുരന്തങ്ങൾ, പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്തുകൊണ്ട് വീണ്ടും വീണ്ടും പ്രയാസങ്ങളിലൂടെ പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. അതിന്റെയൊക്കെ ഒരു സയന്റിഫിക് വശമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. അതേപോലെ രോഗമുള്ള വ്യക്തികളാണെങ്കിൽ എന്റെ രോഗം മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിക്കും. അപ്പൊ സബ് കോൺഷ്യസ് മൈൻഡ് എന്ത് സ്വീകരിക്കും? നമുക്ക് രോഗമാണ് വേണ്ടതെന്ന് കരുതി നമ്മുടെ ചിന്തകളിലൂടെ, ഇമോഷൻസിലൂടെ പിടിച്ചെടുത്തത് രോഗം എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് കൂടുതൽ രോഗങ്ങൾ തരും. ഈ നമ്മുടെ എനർജി ബേസിലുള്ള പഠനം ലഭിക്കുമ്പോൾ തീർച്ചയായും നമുക്ക് സമാധാനമുള്ള ഒരു അവസ്ഥയിലേക്ക്, രോഗങ്ങളിൽ നിന്ന് മോചനം നേടി ആരോഗ്യമുള്ള അവസ്ഥയിലേക്ക്, കടത്തിൽ നിന്ന് മോചനം നേടി സമ്പത്തുള്ള അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. അതിന് നമുക്ക് ഈ എനർജി ബേസിലുള്ള പഠനം ലഭിക്കണം. ഈ ഉപബോധ മനസ്സിന് ഒരുപാട് കഴിവുകളുണ്ട്, ഒരുപാട് കഴിവുകളുണ്ട്. ശരിക്ക് നമ്മളൊന്നും ഇത്തരം പഠനം ലഭിക്കാത്തത് കൊണ്ടാണ് ഈ ഒരു സാധാരണ ലെവലിൽ ഇങ്ങനെ ജീവിച്ചു പോകുന്നത്. കാരണം നമ്മുടെയൊക്കെ വിദ്യാഭ്യാസ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞുണ്ടാവുക, ആ കുട്ടിനെ
ഒരു 4-5 വയസ്സാകുമ്പോൾ തൊട്ടടുത്തുള്ള സൗകര്യമുള്ള ഒരു സ്ഥാപനത്തിലേക്ക് നമ്മൾ പറഞ്ഞയക്കും. ആ സ്ഥാപനത്തിൽ നിന്ന് 10 വയസ്സ് വരെ ഈ കുട്ടിക്ക് 10 വയസ്സും ഇനി ഏത് വയസ്സെത്തിയാലും ആ കുട്ടിക്ക് ഇൻബോൺ ആയിട്ട് കൊടുത്തിട്ടുള്ള കഴിവുകൾ എന്താണ് എന്നുള്ള ഒരു ടെസ്റ്റ് പോലും നടത്താതെ ആ സ്ഥാപനത്തിലുള്ള സിലബസ് എന്താണോ അത് പഠിച്ചുകൊണ്ട് കുട്ടി ഇങ്ങനെ വളരും. അങ്ങനെ 10th കഴിയും, ഡിഗ്രി ആയാലും +2 ആയാലും ഇവിടെ ഒന്നും നമ്മുടെ മക്കൾക്ക് ഇൻബോൺ ആയിട്ട് ലഭിച്ചിട്ടുള്ള കഴിവ് എന്താണ് എന്ന് പഠനം നടത്താതെ, അതിൽ കണ്ടുപിടിക്കപ്പെടാതെ രക്ഷിതാക്കളും കണ്ടുപിടിക്കൂല, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കണ്ടുപിടിക്കൂല. എന്നിട്ട് ഈ കുട്ടിയുടെ നമ്മളൊക്കെ അങ്ങനെ വളർന്ന ആളുകളാണ്. അപ്പൊ നമ്മളൊന്നും നമ്മളെ പാഷൻ കണ്ടെത്താതെ, നമുക്ക് നല്ലൊരു അറിവുകൾ ലഭിക്കാതെ, ഹാപ്പിനെസ് ഉള്ള രൂപത്തിലുള്ള ഒരു തലത്തിലേക്ക് നമ്മളൊന്നും ഉയരാതെ, നമ്മുടെ വിദ്യാഭ്യാസ സിസ്റ്റം അങ്ങനത്തെ ഒരു സിസ്റ്റം അല്ലാത്തത് കൊണ്ട് പിന്നെ ജെൻസ് ആണെങ്കിൽ അധിക ആളുകളും പഠിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ ജീവിതം ആസ്വദിക്കാനുള്ളതാണെന്നുള്ള പോളിസിയിലൂടെ ചില ആളുകൾ, ബുദ്ധിയുള്ള കുറച്ച് ഏതാനും ആളുകൾ പഠിക്കുകയും ജോലിയൊക്കെ കണ്ടെത്തും. പക്ഷെ അധിക ആളുകളും ജീവിതം ആസ്വദിക്കാനുള്ളതാണുള്ള പോളിസി മനസ്സിലാക്കി അന്ന് കളിച്ചും ഇതായിട്ടൊക്കെ നടന്ന് പിന്നെ കല്യാണം കഴിഞ്ഞ കുട്ടികളും വീടും ഒക്കെ ആക്കേണ്ട സന്ദർഭം വരുമ്പോഴാണ് സാമ്പത്തികമായിട്ടൊരു ഭദ്രത ഇല്ലല്ലോ എന്ന് ചിന്തിക്കുകയും പിന്നീട് ആഗ്രഹങ്ങൾ നേടാൻ വീട് വെക്കാനും അല്ലെ ജോലിക്കും പലതിനുമായിക്കൊണ്ട് കടം വാങ്ങിക്കൊണ്ടും സാമ്പത്തികമായി തകർന്ന ഒരു അവസ്ഥയിലൂടെ മുന്നോട്ട് പോകും. അപ്പോഴൊന്നും നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള ഇൻബോൺ ആയിട്ടുള്ള കഴിവ് എന്താണെന്ന് പോലും നമ്മൾ ആരും ചിന്തിക്കാറില്ല. നമ്മുടെയൊക്കെ ശരിക്കും നമുക്കൊക്കെ ഈ എനർജി ബേസിൽ വിഷമങ്ങൾ ഉണ്ടാവാനുള്ള ഒരു കാരണം നമ്മുടെ ഉള്ളിലെ ആ പാഷൻ കണ്ടെത്താത്തത് കൊണ്ടാണ്. ഉള്ളില് സൃഷ്ടാവ് അനുഗ്രഹിച്ച് നൽകിയിട്ടുള്ള ഒരു കഴിവുണ്ട്. ഇപ്പോൾ ഈ യൂട്യൂബും സോഷ്യൽ മീഡിയ സജീവമായപ്പോൾ അധിക ആളുകളും അവരുടെയൊക്കെ കഴിവുകൾ കണ്ടെത്തി ഈ ചാനൽ ഉപയോഗിച്ചുകൊണ്ട്, ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും യൂട്യൂബൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ കഴിവുകളെ പുറത്തേക്ക് എടുക്കുന്നുണ്ട്. പക്ഷെ ആ രൂപത്തിലുള്ള ഒരു അറിവും ഇതും ലഭിക്കാത്ത ആളുകൾ ഇപ്പോഴും സങ്കടത്തിലൂടെയും വിഷമത്തിലൂടെയും കരഞ്ഞുകൊണ്ടും ദുഃഖിച്ചും നിരാശപ്പെട്ടും ജീവിതം മുന്നോട്ട് നീക്കുന്നതാണ് കാണുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള കഴിവിനെ കണ്ടെത്തി നമ്മുടെ ചിന്ത, നമുക്ക് അനുഗ്രഹമായിക്കൊണ്ട് ലഭിച്ചിട്ടുള്ള ഈ ചിന്ത സൃഷ്ടാവ് വെറുതെ തന്നതല്ല. അത് നമ്മുടെ പ്രശ്നങ്ങൾ എന്താണോ, നമ്മൾ നേരിടുന്ന അവസ്ഥ എന്താണോ അതിൽ നിന്ന് മോചനം ലഭിക്കാനാണ് നമുക്ക് ഈ ചിന്താശേഷി തന്ന് അനുഗ്രഹിച്ചിട്ടുള്ളത്. അതിനെ റൈറ്റ് വേയിലൂടെ തിരിച്ചുവിടാൻ നമുക്ക് സാധിച്ചാൽ, പ്രശ്നങ്ങളിൽ തന്നെ നമ്മുടെ ചിന്തകൾ കൊടുക്കുമ്പോൾ പ്രശ്നങ്ങൾ അട്രാക്ട് ചെയ്യും. എന്നാൽ ഈ പരിഹാരമുള്ള ഒരവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സിനെ നമുക്ക് ഏത് രൂപത്തിലൂടെയും നമുക്ക് ചിന്തകൾ നീക്കാൻ പറ്റും, സ്വപ്നങ്ങൾ കാണാൻ പറ്റും. നമ്മൾ ഇതൊന്നും ചെയ്യാതെ നമ്മൾ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ച് പരിഹാരം കിട്ടണേ, പരിഹാരം ഉണ്ടാവണേ എന്ന് മാത്രം ഈ മൈൻഡ് സെറ്റ് മാറ്റാൻ പോലും നമ്മൾ ശ്രദ്ധിക്കാതെ, നമ്മുടെ മൈൻഡ് സെറ്റ് എന്താണോ അതിനനുസരിച്ചാണ് നമുക്ക് ലൈഫ് ഉണ്ടാവല്. ഇപ്പോ സാമ്പത്തികമായി പ്രയാസം നേരിടുന്ന ഒരു വ്യക്തിയുടെ മൈൻഡ് സെറ്റ്, എനിക്ക് ഒരിക്കലും പുരോഗതി ഉണ്ടാവൂല, ഞാൻ എന്ത് ചെയ്താലും വിജയിക്കൂല, എനിക്ക് പരാജയം മാത്രമാണ്, എനിക്ക് കടം മാത്രമേ ഉണ്ടാവുകയുള്ളൂ, എനിക്കൊരിക്കലും പുരോഗതി ഉണ്ടാവില്ല എന്നുള്ള മൈൻഡ് സെറ്റാണ് ഇദ്ദേഹം ക്രിയേറ്റ് ചെയ്തതെങ്കിൽ, ഉള്ളിൽ മൈൻഡ് ശരിയാക്കിയതെങ്കിൽ അദ്ദേഹത്തിന് ഒരിക്കലും പുരോഗതി ഉണ്ടാവില്ല. ആ മൈൻഡ് സെറ്റ് മാറ്റാത്തോടത്തോളം കാലം അദ്ദേഹം വിജയിക്കുകയില്ല. എന്നിട്ട് ഞാൻ എന്ത് ചെയ്താലും വിജയിക്കൂല, എനിക്ക് എപ്പോഴും പരാജയമാണ്, എനിക്ക് എപ്പോഴും നഷ്ടങ്ങളാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ മൈൻഡ് സെറ്റ് മാറ്റുമ്പോൾ, ഇപ്പോ ഇതേപോലെ ക്ലാസ്സിൽ ഇരുന്ന ഒരു വ്യക്തി, എത്രയോ ആളുകളുണ്ട്, ഒരാൾതാ ഞാൻ പറയുന്നത്, ആ ക്ലാസ് അറ്റൻഡ് ചെയ്ത് ഇങ്ങനെ ഈ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കേട്ട്, ഈ മണി ബ്ലോക്കിന്റെ ക്ലാസ് കേട്ട് അദ്ദേഹം എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കുകയാണ്. ഒരു ഏർപ്പാട് തുടങ്ങിയ ഒരു സന്തോഷമാണ് എനിക്ക് കേൾക്കാൻ പറ്റിയത്. കാരണം അതിന്റെ തലേ ദിവസം വരെ ഞാൻ ചോദിച്ചപ്പോൾ ഫുള്ള് നിരാശയിലുള്ള, ഞാൻ എന്തൊക്കെയോ ചെയ്തു, ഒന്നും വിജയിക്കുന്നില്ല, എനിക്ക് സക്സസ് ഉണ്ടാവൂല എന്നുള്ളൊരു മെന്റാലിറ്റിയാണ് എന്റെ മനസ്സിൽ വരുന്നത് എന്നുള്ള ഫുള്ള് നെഗറ്റീവ് പറഞ്ഞ വ്യക്തിയായിരുന്നു അദ്ദേഹം. അപ്പൊ ഈ മൈൻഡ് സെറ്റ് മാറ്റാൻ സാധിച്ചപ്പോ അദ്ദേഹം ആഗ്രഹിക്കുന്ന രൂപത്തിൽ ഒരു എക്സ്ട്രാ ഇൻകം
ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അപ്പൊ ഈ മൈൻഡ് സെറ്റാണ് ഏത് അവസ്ഥയിലൂടെ ജീവിക്കുന്ന വ്യക്തികളും അവരുടെ മൈൻഡ് സെറ്റിനെ മാറ്റാൻ കഴിയണം. എങ്കിലേ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുകയുള്ളൂ. മൈൻഡ് സെറ്റ് മാറ്റാതെ മനസ്സിന്റെ ഉള്ളിൽ ഒരുപാട് പരാതികളും പരിഭവങ്ങളും നിരാശയും സങ്കടവും നിറച്ചുകൊണ്ട് നമ്മൾ എത്ര പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല. ഖുർആനിലൊരു വചനമുണ്ട്, ഒരു ജനത തന്റെ തീരുമാനം മാറ്റുന്നത് വരെ സൃഷ്ടാവിന് അവരെ മാറ്റാൻ സാധിക്കുകയില്ല എന്ന്. ഇതേ സെയിം മീനിങ് ഉള്ള വചനം ഗീതയിലും ബൈബിളിലുമുണ്ട്. എല്ലാ മതത്തിന്റെയും സത്ത ഒന്നാണ്, ആശയം ഒന്നാണ്. അപ്പോ നമ്മൾ എന്നിട്ട് പറയും, ഞാൻ എത്ര പ്രാർത്ഥിച്ചു, ഞാൻ എന്തെല്ലാം ചെയ്തു, എന്തെല്ലാം പുണ്യങ്ങൾ ഞാൻ എന്താണ് ഇവിടെയാണോ സാധിക്കുകയില്ല എന്നാണോ അതോ മാറ്റുകയില്ല എന്നല്ലേ? അതോ മാറ്റില്ല എന്നല്ലേ? അങ്ങനെ തോന്നണേ. ഞാൻ ഖുർആനായോണ്ട് പറഞ്ഞു. ഒന്ന് മ്യൂട്ടാക്കിട്ടോ. ഹലോ. അപ്പോ ഇതൊക്കെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ പൊരുള്. നമ്മളെ ഉള്ളിൽ സൃഷ്ടാവ് നൽകിയിട്ടുള്ള ആ മെഷീനെ മനസ്സിലാക്കാതെ നമ്മൾ ഇങ്ങനെ ജീവിച്ചത് കൊണ്ടാണ് നമ്മുടെ ലൈഫ് പരാതികളിലൂടെയും പരിഭവങ്ങളിലൂടെയും ഒക്കെ പോയി തകർന്നൊരു അവസ്ഥയിലൂടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടാതെ നിരാശയും ദുഃഖവുമായി കൊണ്ട് വീണ്ടും വീണ്ടും ലൈഫ് പരാജയത്തിലേക്ക് പോവേണ്ടി വന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ജീവിക്കുന്നത് ഏത് അവസ്ഥയിലാണെങ്കിലും ശുഭപ്രതീക്ഷയും സമാധാനവും സന്തോഷവും മനസ്സിലേക്ക് സ്വീകരിക്കുമ്പോൾ ഇതൊക്കെ ഞാൻ പരിഹരിക്കപ്പെട്ട് നല്ലൊരു അവസ്ഥയിലേക്ക് എത്തും. നമ്മുടെ മനസ്സിന് ഞാൻ പല വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. മനസ്സിനൊരു പ്രത്യേകത ഉണ്ട്, ആകർഷണ സിദ്ധാന്തം എന്നുള്ളത്. നമ്മുടെ പ്രസന്റ് മൈൻഡ് എങ്ങനെയാണോ അതിലേക്കാണ് നമ്മൾ വീണ്ടും വീണ്ടും അട്രാക്ഷൻ സംഭവിക്കല്. ഇത് ഞാൻ ഒരുപാട് കുടുംബങ്ങളിലൂടെ ഒരുപാട് വ്യക്തികളിലൂടെ പഠിച്ചിട്ടാണ് എനിക്കിത് ഷുവറായിട്ട് പറയാൻ പറ്റുന്നത്. ഒരുപാട് കുടുംബങ്ങളിലൂടെ ഞാൻ പഠിച്ചു. പലരോടും ഞാൻ ഇങ്ങനെ ഉണ്ട് കേട്ടോ, നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് അവർ നെവർ മൈൻഡ് ആക്കിയിട്ട് വീണ്ടും അവർക്ക് ദുരനുഭവങ്ങൾ സംഭവിച്ച അനുഭവം വരെ മുന്നിലുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മളെ ഈ എനർജി ബേസിലുള്ള പഠനം കിട്ടുമ്പോൾ സുന്ദരമായിട്ടുള്ള ഒരു ജീവിതം നമുക്ക് ജീവിക്കാൻ കഴിയും. ഈ അറിവ് ലഭിച്ചതിന് ശേഷം നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് ലഭിക്കും. നമ്മൾ എന്താണോ റിപ്പീറ്റ് ചെയ്യുന്നത് അത് സബ് കോൺഷ്യസ് മൈൻഡ് സ്വീകരിക്കും. അതാണ് നമുക്ക് വേണ്ടതെന്ന് മനസ്സിലാക്കി വീണ്ടും വീണ്ടും അതിനനുസരിച്ചുള്ള അനുഭവങ്ങൾ തന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാത്തത്, നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാത്തതും. നമ്മൾ ആഗ്രഹിക്കുന്നതൊന്നും മനസ്സിൽ ഫീലിങ്സും ഇമേജും ഇമോഷനുമായിക്കൊണ്ട് കൊടുക്കുന്നത് വേറൊന്നും ആയതുകൊണ്ടാണ് നമുക്ക് ലൈഫിൽ ഇത്തരം അനുഭവങ്ങൾ വരുന്നത്. അപ്പോ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ? ഇന്നത്തെ പോയിന്റ് മനസ്സിലായില്ലേ? എന്താ ചോദിക്കാനുണ്ടോ? സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഒന്നുമില്ല? ഇന്നത്തെ പോയിന്റ് മനസ്സിലായോ? ഒന്ന് പറഞ്ഞ കണ്ടന്റ് കിട്ടിയോ? വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവയർനെസ് കിട്ടിയിട്ടുണ്ടോ? മനസ്സിലായി മാം, മനസ്സിലായിട്ടുണ്ട്. അപ്പോ നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കാത്തതും അല്ലെങ്കിൽ നമ്മൾ പ്രശ്നങ്ങളിലൂടെ പോവേണ്ടി വന്നത് എന്തുകൊണ്ടാണെന്നൊക്കെ മനസ്സിലായി. ഇപ്പൊ രോഗമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ വീണ്ടും വീണ്ടും രോഗിയാവുന്നത് എന്തുകൊണ്ട്? സത്യം പറഞ്ഞാൽ ഈ ഓൾഡ് ഏജ് ഒക്കെ ഉള്ള ആളുകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അവർക്ക് എത്ര മരുന്ന് കുടിച്ചാലും അതിൽ നിന്ന് മോചനം കിട്ടുന്നില്ല. നമ്മൾ ഹെൽത്ത് പിന്നെയും ഒരു പവറുള്ള ആളുകളാണെങ്കിൽ കുറച്ചൊക്കെ ഒന്ന് നമുക്ക് മോചനം ലഭിക്കും. പക്ഷെ ഓൾഡ് ഏജ് ആയ ആളുകൾ വീണ്ടും വീണ്ടും പല രോഗങ്ങളിലൂടെയും പോകുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ അവർക്കൊന്നും ഈ എനർജി ബേസിലുള്ള പഠനം ലഭിക്കാത്തത് കൊണ്ട് ചിന്തകളെ എങ്ങനെ നീക്കണം എന്നുള്ള ഒരു അവയർനെസ് ഇവർക്ക് ലഭിച്ചിട്ടില്ല.
അപ്പോ ഇതുപോലെ നമ്മുടെ ഒന്നും ലൈഫ് ആകുവാൻ, ഭാവി ആകുവാൻ നമ്മൾ ഒരിക്കലും സമ്മതിക്കരുത്. നമ്മുടെ ആരോഗ്യം തിരിച്ചു പിടിച്ച്, സമ്പത്ത് തിരിച്ചു പിടിച്ച്, സമാധാനം തിരിച്ചു പിടിച്ച്, ഉള്ളിൽ മനസ്സിൽ നമ്മൾ എന്തെല്ലാം ഉണ്ടാക്കിയോ അതിലേക്കാണ് പിന്നെ നമ്മുടെ അട്രാക്ഷൻ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കി നല്ല ചിന്തകൾ കൊടുത്ത് സമാധാനവും സന്തോഷവുമുള്ള ഒരു അവസ്ഥയിൽ ജീവിക്കുന്നതായി ഫീൽ ചെയ്തുകൊണ്ട്, കാരണം സബ് കോൺഷ്യസ് മൈൻഡിന് ശരിയും തെറ്റും അറിയില്ല. അത് നമ്മളെ ബോധ മനസ്സിനാണ് അറിയല്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ജീവിതം ധന്യമാക്കുക, സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുവാൻ എല്ലാവരും എന്തെല്ലാം ഇങ്ങനെ ജീവിക്കണമെങ്കിൽ നമുക്ക് ആദ്യം അറിവാണ് വേണ്ടത്. അപ്പോൾ അറിവിനെ നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കുമ്പോൾ നമ്മുടെ ലൈഫിൽ മാറ്റങ്ങൾ വരും. എനർജിയെ പോസിറ്റീവ് ആക്കുവാനും സന്തോഷവും സമാധാനം തിരിച്ചു പിടിക്കാനും ഒക്കെ സാധിക്കും. അങ്ങനെ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാവരുടെ ജീവിതത്തിലും സന്തോഷവും സമാധാനവും മനസ്സമാധാനവും എല്ലാം ഉണ്ടായിക്കൊണ്ട് മനസ്സിനെ ക്ലീൻ ആക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ നിർത്തുന്നു. ഓക്കെ, ആർക്കും സംശയമൊന്നുമില്ലല്ലോ? ഒപ്പാക്കട്ടെ എന്നാല്. താങ്ക് യു മാം. വെൽക്കം.